സർ, ആഭ്യന്തരമന്ത്രി എന്ന നിലയിൽ അമിത്ഷായുടെ പ്രവർത്തനം വളരെ പ്രശംസനീയമാണെന്ന് പറയാം. മാത്രമല്ല സംഘടനാ സംവിധാനവും ഒരു എണ്ണയിട്ട് യന്ത്രം പോലെ പ്രവർത്തിപ്പിക്കാനുള്ള കഴിവ് അദ്ദേഹത്തിനുണ്ട്. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തിരുന്നു അമിത്ഷാ ഇനി വിരമിക്കാൻ പോവുകയാണോ, അങ്ങനെയുള്ള തീരുമാനത്തിലേക്കൊക്കെ പോവുമോ. പക്ഷേ ഇതൊക്കെ ഉണ്ടെങ്കിലും അദ്ദേഹത്തിന് ഒരു ആത്മീയ ഗുരു ഉണ്ടാവും. അദ്ദേഹം എപ്പോഴും ആ ഗുരുവിൻ്റെ പാത പിന്തുടരും. അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ പ്രേക്ഷകർക്ക് മുമ്പിൽ അതിനൊന്ന് വെളിപ്പെടുത്തിക്കൂടെ? അതെ, അദ്ദേഹത്തിനൊരു ആത്മീയ ഗുരു ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ തിളയ്ക്കുന്ന യൗവനത്തിൽ പണ്ട് ബഷീറൊക്കെ പറഞ്ഞില്ലേ യൗവന തീക്ഷ്ണമായ എന്നൊക്കെ പറയില്ലേ, ആ സമയത്ത് 20 വയസ്സിലുമൊക്കെ അത് സ്വാമി വാമദേവ സ്വാമി ആണ് അമിത്ഷായുടെ ഗുരു. അമിത്ഷാ തന്നെ അദ്ദേഹത്തിനെ പറ്റിയൊക്കെ പലപ്പോഴും ഓർത്തിട്ടുമുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്യുമ്പോൾ അദ്ദേഹം പറഞ്ഞത് രാഷ്ട്രീയത്തിൽ നിന്ന് വിരമിച്ചു കഴിഞ്ഞാൽ പിന്നെ വേദോപനിഷത്തുക്കളുമൊക്കെ വായിച്ച് പിന്നെ ജൈവകൃഷി ഇതിലൊക്കെയാണ് താല്പര്യം എന്നൊക്കെ അദ്ദേഹം പറഞ്ഞിരുന്നു. അപ്പോൾ മോദിയുടെ ഒരു ആത്മീയ പാതയെ പറ്റി നല്ല ധാരണ ആളുകൾക്കുണ്ട്. പക്ഷേ ഇതുപോലെ തന്നെ ഒരു ആത്മീയ വശം നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിച്ചപ്പോൾ അമിത്ഷായുടെ ഗുരുവിനെ പറ്റി നമ്മൾ സംസാരിച്ചില്ല. കാരണം ഒരു ഗുരുവിനെ പറ്റി സംസാരിക്കുമ്പോൾ തന്നെ ഗുരുവിനെ പറ്റി ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. മുമ്പ് നമ്മളിവിടെ കഥേമമ്മ ചർച്ചയിലേക്ക് ധാരാളം ആത്മീയ ഗുരുക്കന്മാരെ അവതരിപ്പിച്ചിട്ടുമൊക്കെ ഉണ്ട്. അപ്പോൾ സ്വാമി വാമദേവ് 1980കളിൽ RSSൻ്റെ ഒരു ചടങ്ങിന് അഹമ്മദാബാദിലെത്തിയപ്പോൾ RSS ഗുരുവിൻ്റെ പരിചരണം, ഈ ഗുരുവിനെ നോക്കി നടത്തലൊക്കെ ഉണ്ടല്ലേ, ഇവിടെ വരുമ്പോൾ നന്നായിട്ട് ആദരിക്കുക, അവസാനം തിരിച്ചു പോകുന്നത് വരെ നന്നായിട്ട് നോക്കി അദ്ദേഹത്തിനെ സന്തോഷിപ്പിച്ച് അയക്കുക എന്നുള്ള ദൗത്യം അന്ന് 20 വയസ്സുള്ള അമിത്ഷായെ ആണ് ഏൽപ്പിച്ചത്. അമിത്ഷാ ഭാഗികമായി ഈ സംഘത്തിലെ പ്രവൃത്തികൾ സ്വയം സേവകൻ എന്നുള്ള നിലയ്ക്ക് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഭാഗികമായി എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പഠിക്കുകയാണ്, കോളേജ് വിദ്യാർത്ഥിയാണ്, പഠനത്തോടൊപ്പമാണ്. അപ്പോൾ അങ്ങനെയാണ് ഈ വാമദേവ സ്വാമിയുമായിട്ട് അടുപ്പം വരുന്നത്. അദ്ദേഹത്തിൻ്റെ കാല് തിരുമ്മി കൊടുക്കുന്ന ജോലി, ഇതൊക്കെ ശരിക്കൊരു ഗുരുവിന് ഒരു ശിഷ്യൻ എങ്ങനെ പെരുമാറണം എന്നുള്ള നിലയ്ക്ക് ഇങ്ങനെയൊക്കെ തന്നെ കാൽ മസാജ് ചെയ്ത് കൊടുക്കുക, ഇതൊക്കെ ആ കാലത്ത് ചെയ്തിട്ടുണ്ട്. പല ദിവസങ്ങൾ വാമദേവ സ്വാമിയുടെ കൂടെ ഇരുന്നിട്ടുണ്ട്. വാമദേവ സ്വാമിയിൽ നിന്ന് ഒരുപാട് ഉപദേശങ്ങളും ഒക്കെ കിട്ടിയിട്ടുണ്ട്. പടിഞ്ഞാറൻ UPയിലെ ഒരു ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ചയാളാണ് സ്വാമി വാമദേവ്. എന്നിട്ട് ഒരു പ്രധാനപ്പെട്ട ഉപദേശം കൊടുത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമിത്ഷായ്ക്ക് കുംഭമേളയ്ക്ക് പോകും. 12 കൊല്ലത്തിൽ നടക്കുന്നതാണല്ലോ കുംഭമേള. ആ സമയത്ത് ഹരിദ്വാറിലെ കുംഭമേളയിൽ പോവുകയാണ്. അത് വലിയ വഴിത്തിരിവായിരുന്നു ജീവിതത്തിൽ എന്ന് അമിത്ഷാ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുംഭമേളയ്ക്ക് പോയി കഴിഞ്ഞാൽ ഈ സ്വാമി വാമദേവിനെ കാണുമ്പോൾ പരിചരിക്കുമ്പോൾ ഒരു സന്യാസിയായിട്ടല്ലേ പരിചയം വരുന്നുള്ളൂ. അതെ, മറ്റേ കുംഭമേളയ്ക്ക് പോകുമ്പോൾ ഒരുപാട് സന്യാസിമാരെ അവിടെ കാണും. അതൊരു വലിയ അനുഭവമായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഈ സ്വാമി വാമദേവിനെ അമിത്ഷാ പരിചരിക്കുന്ന കാലത്ത് ദിവസവും രാവിലെ ഒരു കുറിപ്പ് ഈ വാമദേവ് സ്വാമി അമിത്ഷായ്ക്ക് കൊടുക്കും. അത് അമിത്ഷാ അറിയാനുള്ള കാര്യങ്ങൾ അടങ്ങിയ കുറിപ്പല്ല, അവിടെ തന്നെയുള്ള മറ്റേ വേറെ ഏതെങ്കിലും ഒരു സന്യാസിക്കുള്ള കുറിപ്പായിരിക്കും എഴുതിയത്. ഒരു സന്യാസിക്ക് കൊണ്ട് കൊടുക്കുക എന്ന് പറയാണ്. എന്താ അതിൻ്റെ ഗുണം? വേറൊരു സന്യാസിയെ കൂടി സ്വാമി വാമദേവ് തന്നയച്ചതാണ് എന്ന് പറഞ്ഞ് കൊണ്ട് കൊടുക്കുമ്പോൾ ഒരു സന്യാസിയെ കൂടി പരിചയപ്പെടുന്നു. പിന്നെ അടുത്ത ദിവസത്തെ കുറിപ്പ് വേറൊരു സന്യാസിയായിരിക്കും. അപ്പോൾ വേറൊരു സന്യാസിയെ പരിചയപ്പെടുന്നു. അങ്ങനെ കുറിപ്പുകൾ, പലർക്കുള്ള കുറിപ്പുകൾ കൈമാറിയിരുന്നു. പിന്നെ സമൂഹ സദ്യകൾ നടക്കുന്നുണ്ട് അവിടെ ചടങ്ങിൽ. ആ സമൂഹ സദ്യകളിൽ അമിത്ഷാ പങ്കെടുത്തു. പിന്നെ ദക്ഷിണകൾ പലപ്പോഴും ഒക്കെ കിട്ടി. ഈ സനാതനധർമ്മം എങ്ങനെയാണെന്നൊക്കെ അറിയാൻ പറ്റി. ദക്ഷിണ എന്ന് പറഞ്ഞാൽ ചെറിയ നാണയങ്ങളാണ് ദക്ഷിണ, അല്ലാതെ വലിയ രൂപയും ഒന്നുമല്ല. ഈ ദക്ഷിണ കിട്ടിയ നാണയങ്ങൾ ഈ RSSൻ്റെ ചടങ്ങിൽ അത് സൂക്ഷിച്ചു വെച്ചിട്ട് അമിത്ഷാ ഒരു സൈക്കിള് വാങ്ങിച്ചു. എന്നിട്ട് ഈ സൈക്കിള്
കുംഭമേള സ്ഥലത്തേക്കും കൊണ്ടുപോയി. എന്നിട്ട് കുംഭമേളയിൽ ചുറ്റിയത് ഈ സൈക്കിളിലാണ്. 1986 ഹരിദ്വാർ കുംഭമേളയിലായിരുന്നു. 2 ലക്ഷത്തോളം പേര് പങ്കെടുക്കുന്നതാണ്. 21 വയസ്സാണപ്പോൾ. അപ്പോൾ അന്ന് അഹമ്മദാബാദിൽ RSSൻ്റെ ചടങ്ങിൽ വന്ന സ്വാമി വാമദേവ് ഈ ഹരിദ്വാറിലെ ചടങ്ങിലും എത്തിയിരുന്നു. അങ്ങനെയാണ് ഈ കുറിപ്പുകളൊക്കെ കൈമാറുന്നത്. ഈ ഓരോ ക്യാമ്പുകളിലാണല്ലോ ഇപ്പോൾ പരിചയമുള്ള ആളുകൾ പോയി ചേരുക. നമ്മുടെ നാട്ടുകാർ പോയി കഴിഞ്ഞാൽ സാധു ആനന്ദവനത്തിൻ്റെ ക്യാമ്പിലോ ഒക്കെ അങ്ങനെ സ്വാമി വാമദേവിൻ്റെ ക്യാമ്പിലാണ് ഈ കുംഭമേളയ്ക്ക് പോയ അമിത്ഷാ തങ്ങിയതും മറ്റേ അതിൽ ഇൻവോൾവ് ആയതും ഒക്കെ പങ്കെടുക്കാനൊക്കെ പറ്റിയത്. അവിടെ രാജമാതാ വിജയരാജ് സിന്ധ്യയുടെ ക്യാമ്പും ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ക്യാമ്പിൽ നിന്ന് 10 രൂപ ദക്ഷിണ കിട്ടി അമിത്ഷായ്ക്ക്. അമിത്ഷാ അതുകൊണ്ട് എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ആ 10 രൂപയ്ക്ക് ഒരു മാല വാങ്ങിയിട്ട് ആ മാല കൊണ്ടുവന്ന് സ്വാമി വാമദേവിന് സമർപ്പിച്ചു അദ്ദേഹത്തിൻ്റെ കഴുത്തിൽ ഗുരു എന്നുള്ള നിലയ്ക്ക്. അപ്പോൾ ഇത്രയുമൊക്കെ ആത്മീയത. അന്നത്തെ 10 രൂപ വലിയൊരു തുകയും കൂടെയാണ്. വലിയ മാലയായിരുന്നിരിക്കും ഒരു ഗുരുവിന് സമർപ്പിക്കുന്നു എന്നുള്ള രീതിയിൽ. അപ്പോൾ സാധാരണഗതിയിൽ ഈ ചാണക്യൻ, ശങ്കരാചാര്യർ, സാവർക്കർ ഇവർ 3 പേരുമാണ് ആചാര്യന്മാരായിട്ട് അമിത്ഷാ കരുതുന്നത്. ചാണക്യൻ, ശങ്കരാചാര്യർ, സാവർക്കർ ഇവരുടെ 3 പേരുടെ ചിത്രങ്ങൾ അമിത്ഷായുടെ ഓഫീസിൽ ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കുന്നത് കാണാം. അതാണ് ഇന്നിപ്പോൾ തിരുവനന്തപുരത്ത് അദ്ദേഹം ശങ്കരാചാര്യരെ ഓർമ്മിച്ചിട്ട് ഇത് ശങ്കരാചാര്യരെ ജനിച്ച വലിയ ഭൂമിയാണ്, ഈ ഭൂമിയെ ഞാൻ പ്രണമിക്കുന്നു, അദ്ദേഹത്തിന് ഞാൻ പ്രണമിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഭൂമിയെ തന്നെ തൊഴുകയാണ് ചെയ്തത്. അപ്പോൾ ഈ അയോധ്യ RSS സ്വാമി വാമദേവിനെ കാണുന്നത് അയോധ്യ പ്രസ്ഥാനം നയിച്ച 5 സന്യാസിമാരുണ്ട്. ആ 5 സന്യാസിമാരിൽ ഒരാളായിരുന്നു സ്വാമി വാമദേവ്. അതായത് സ്വാമി വാമദേവിന് പുറമെ പരമഹംസ രാമചന്ദ്രദാസ്, പിന്നെ മഹന്ത് അവൈദ്യനാഥാണ് യോഗി ആദിത്യനാഥിൻ്റെ ഗുരു, നൃത്യ ഗോപാൽ ദാസ്, യുഗ് പുരുഷ് പരമാനന്ദ്ജി മഹാരാജ്. പരമാനന്ദ്ജി മഹാരാജ് എന്ന് പറയുന്നത് സ്വാതി റീതംബരയുടെ ഗുരുവാണ്. റീതംബരയ്ക്ക് പത്മ പുരസ്കാരം കിട്ടിയിരുന്നല്ലോ. ഈ 5 പേരാണ് അയോധ്യ പ്രസ്ഥാനത്തിനെ ആദ്യകാലത്ത് നയിച്ചിരുന്നത്. അതിലൊരാൾ എന്നുള്ള നിലയ്ക്കാണ് സ്വാമി വാമദേവിനെ RSS അഹമ്മദാബാദിലൊക്കെ വിളിച്ചത്. അപ്പോൾ ഈ മറ്റേ ചാണക്യൻ, ശങ്കരാചാര്യർ, സവർക്കർ ഈ സ്വീകരണ മുറിയിൽ ഇവരുടെ ചിത്രങ്ങളാണ് അമിത്ഷായുടെ വീട്ടിലും ഓഫീസ് മുറിയിലും ഒക്കെ വച്ചിരിക്കുന്നത്, സ്വീകരണ മുറിയിൽ. അപ്പോൾ ഈ സ്വാമി വാമദേവ് 1997 സമാധിയാകുന്നത് 75ാമത്തെ വയസ്സിൽ. ആ വർഷത്തിന് വേറൊരു പ്രത്യേകതയുണ്ട്. 1997 അമിത്ഷാ MLA ആകുന്നത് ആ വർഷമാണ് ആദ്യമായിട്ട്. സ്വാമി വാമദേവിൻ്റെ അനുഗ്രഹാശിസകളോടുകൂടി സമാധിക്ക് ശേഷം. വേദാന്തം അടിസ്ഥാനമാക്കിയ ദശനാമി പരമ്പരയിലുള്ള ആളാണ് സ്വാമി വാമദേവ്. 1980കളിൽ RSSൻ്റെ ചടങ്ങിൽ അഹമ്മദാബാദിൽ പങ്കെടുത്തു. അപ്പോൾ മറ്റേ അമിത്ഷായുടെ അച്ഛൻ ധനികനായ ഒരു ബിസിനസ്സുകാരൻ ആയിരുന്നു. അന്ന് വാമദേവനെ നോക്കി പരിചരിക്കേണ്ട ചുമതല ഏൽപ്പിക്കുകയാണ്. അപ്പോൾ ഈ ആശ്രമമൊന്നും ഉണ്ടായിരുന്നില്ല സ്വാമി വാമദേവന്. അദ്ദേഹം എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ സഞ്ചരിക്കുന്ന പ്രഭാഷകനാണ്. അദ്ദേഹം ഈ ഒരു ടെമ്പോ ട്രാവലറിൽ സഞ്ചരിച്ചിട്ട് ഗ്രാമീണരോട്, സാധാരണ ഗ്രാമീണർക്ക് വേദാന്തം പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഈ വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ ജോയിൻറ്റ് സെക്രട്ടറി ആയിരുന്ന സ്വാമി വിജ്ഞാനന്ദ്, അദ്ദേഹം സ്വാമി വാമദേവിൻ്റെ കൂടെ ധാരാളം സമയം ചെലവഴിച്ചിട്ടുള്ള ഒരാളാണ്. 1984 RSS സ്വാമി വാമദേവിനെ ശ്രദ്ധിക്കുന്നത്. അന്നാണ് ഈ 5 പേര് ഒന്നിച്ച് അയോധ്യ പ്രസ്ഥാനം
നയിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് അമിത്ഷായ്ക്ക് ഒരു ഗുരുവും ഉണ്ടായിരുന്നു. അതാണ് അദ്ദേഹത്തിൽ നിന്ന് ഈ ഉപദേശങ്ങളും ഒക്കെ നേടിയിട്ടുള്ള ആളുമാണ്. ഈ ചെറിയ പ്രായത്തിൽ തന്നെ അങ്ങനെ ഒരു ഗുരു ഉണ്ടാവുക, ഗുരുവിനെ പരിചരിക്കുക എന്നുള്ളത് ചെറിയ കാര്യമല്ല. നമ്മൾ അന്വേഷിച്ച് നടന്നാൽ പോലും സാധാരണഗതിയിൽ നമുക്ക് ഗുരുവിനെ കിട്ടണമെന്നില്ല. ഗുരു നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു പ്രത്യേക ദശയിൽ തന്നെത്താനെ എത്തിപ്പെടുന്നു എന്നാണ് ഗുരുവിനെ പറ്റിയിട്ടൊക്കെയുള്ള കാഴ്ചപ്പാട്. നമുക്ക് സന്യാസം സ്വീകരിക്കണം എന്ന് ആഗ്രഹം ഉണ്ടാവും, നടക്കണം എന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു ഘട്ടത്തിൽ ഇതൊക്കെ സംഭവിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഗുരു അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ, അമിത്ഷായുടെ ജീവിതത്തിൽ സംഭവിച്ചു കഴിഞ്ഞതാണ്. അപ്പോൾ അദ്ദേഹം വിരമിക്കുന്നതിനെ പറ്റിയും ഇല്ലേ, സന്യാസത്തിനെ പറ്റിയും ഒക്കെ സംസാരിക്കുന്നതിൽ അത്ഭുതമില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.